നമസ്കാരം. പ്രയോകാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറ്റൊരു ബൈ ഇലക്ഷനിൽ കൂടി UDF വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. നിലമ്പൂരിൽ ഏകദേശം 11,000-ഓളം വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു. ഷിബാൻ, എന്തെല്ലാം ഘടകങ്ങളായിരിക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിതാവിനുള്ള ഒരു ലെഗസി, അത് വലിയൊരു ഫാക്ടറായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ അതിനൊക്കെ പുറമെ നിലമ്പൂർ എന്നുള്ളത് പൊതുവെ UDFന് ഭയങ്കര വേരോട്ടുള്ള, UDFന് ഭയങ്കര ബേസുള്ള ഒരു മണ്ഡലമാണ്. അതിൻ്റേതായിട്ടുള്ള സംഭവം. അതിന് പുറമെ ഇതൊരു കേരള ഇലക്ഷൻ എന്നുള്ള രീതിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ UDFന് സാധ്യമാവുന്ന എല്ലാ നേതാക്കന്മാരുടെ ഒരു പട തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ക്യാമ്പയിൻ ഒക്കെ കണ്ടാൽ അത്രത്തോളം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ടാലും ഇവരുടെ ക്യാമ്പയിനിൽ ഏത് സമയത്ത് പോയാലും നമുക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ ക്യാച്ച് ചെയ്യാനോ അല്ല അത്രത്തോളം ആക്റ്റീവായിട്ടുള്ള 1, 2, 3 ഓഫീസുകളോ ഒക്കെ ആയിട്ട് അത്രത്തോളം വിശാലമായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളും മീഡിയാസും ഫുൾ ടൈം അവർ എൻഗേജ്ഡ് ആണ്. മറ്റ് ഓഫീസിൽ പോയാൽ നമുക്ക് അങ്ങനെ ഒരു ഒഴിഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ ടൈമിൽ. പിന്നെ നേതാക്കന്മാരുടെ വലിയൊരു പട തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി അടക്കം അവരുടെ എല്ലാവിധ നേതാക്കന്മാരും, മിക്ക MLA-മാരും MP-മാരും അങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും പ്രയോഗിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൗക്കത്ത് കാക്ക എന്നുള്ള ഒരു ഇതിന് പുറമെ ബാപ്പുട്ടിയാക്ക എന്നുള്ള ഒരർത്ഥം മൂപ്പരാട് മുനിസിപ്പൽ ഇതിലുണ്ടെങ്കിലും ബാപ്പുട്ടിയാക്ക എന്നുള്ളതിലെ ഒരു ഇൻറ്റിമസി, ആൾക്കാർക്ക് ഒന്നും കൂടി ഒരു അടുപ്പം, പിന്നെ പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എടുത്തു പറയേണ്ടതാണ്. ഏതൊരാളെ കാണുമ്പോഴും ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ കൈ കൊടുക്കാനോ, കുട്ടികളൊക്കെ ആണെങ്കിലും ഒന്ന് തലോടാനോ, എല്ലാത്തിനും മൂപ്പര് ഒന്നും കൂടി ഒരു പടി മുന്നിലാണ്. ആ കാര്യത്തിൽ ആർക്കും ആ ഒരു അത്ര അടുപ്പം കാണിക്കാൻ. പക്ഷെ നമ്മള് ഷൗക്കത്തിന്റെ വിഷയം പറയുമ്പോഴും സ്വരാജ് ഒരിക്കലും ഒരു ചെറിയ എതിരാളിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് LDFന്. LDFന്റെ കാൽ ഇടറിപ്പോയൊരു പൊസിഷൻ ഏതായിരിക്കും? എവിടെ വെച്ചാണ് അവർക്ക് പിഴച്ചു തുടങ്ങിയത്? കാരണം LDFന്റെ ആ ഇലക്ഷൻ്റെ ക്യാമ്പയിനിലൊക്കെ നമ്മൾ സ്വരാജ് എന്നുള്ള ഒരാളും സംസാരം അല്ലെങ്കിൽ അയാൾക്കൊരു ഫാൻ ബേസ് ഉണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ. ആ ഒരു കാര്യത്തിന് സ്വരാജ് നല്ലൊരു ഇമേജ് ആയിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം സ്വരാജാണ്, എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇലക്ഷന് പ്രചാരണം കാര്യമൊക്കെ വന്നപ്പോൾ മറ്റുള്ളവരുടെ പ്രചാരണം അല്ലെങ്കിൽ UDFന്റെ പ്രചാരണം വെച്ച് നോക്കുമ്പോൾ വളരെ പിറകിലാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ആൾക്കാരെ അല്ലെങ്കിൽ ഒരു അച്ചടി ഭാഷയും കാര്യവും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങളിൽ ഒരുപാട് പിന്നിലാണ്. പിന്നെ മീഡിയ അറ്റൻഷനും കാര്യവും എല്ലാത്തിനും ഒരിത്തിരി പിറകിലാണെന്നുള്ള ഒരു തോന്നലുണ്ട്. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. LDFനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വലിയൊരു വേരോട്ടുള്ള മണ്ണല്ല നിലവിൽ നിലവിൽ. മുമ്പുണ്ടായിരുന്ന കുഞ്ഞാലി, അതായത് കുഞ്ഞാലിക്ക് ശേഷം TKMC ആണ് അവിടെ ഒരു അട്ടിമറി വിജയം നേടിയിട്ടുള്ളത്. പാർട്ടി സ്ഥാനാർത്ഥികൾ ഒരിക്കലും ജയിക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് സ്വതന്ത്രനെ വെച്ചൊരു പരീക്ഷണം നടത്തിയാണ്ട് വിജയിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർലൂ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ആവശ്യമില്ലാത്തൊരു നീക്കമായിരുന്നു LDF ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജിനെ പോലത്തുള്ള അത്ര വലിയൊരു നേതാവിനെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നിലവിൽ അവിടെ ഇല്ലായിരുന്നു. സ്വരാജിന്റെ ഒരു ഇമേജ് ഇടിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു ടേമില് 2 പ്രാവശ്യം തോൽക്കുക എന്നുള്ളത് ജെക്സി തോമസും സ്വരാജിനും സ്വന്തമായിട്ടുള്ള ഒരു റെക്കോർഡാണ്. അതുപോലെ തന്നെ നമ്മൾ തള്ളിക്കളയാനാവാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു അൻവർ. അൻവറിന്റെ ഒരു പ്രസക്തി എത്രത്തോളം ഇനി കേരള രാഷ്ട്രീയത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ട്? എന്നൊക്കെ പറയുമ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് LDFനേക്കാളും UDFനേക്കാളൊക്കെ മീഡിയക്കാർ യൂസ് ചെയ്തൊരു കാര്യം അൻവർക്കാണെന്നുള്ളതാണ്. കാരണം അത്രത്തോളം ബൂം കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക്. പക്ഷേ ഇനിയൊരു പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ മുൻ MLA ആയിരുന്നു, ആ ഒരു പേര് മാത്രമേ അവിടെ കാണുന്നുള്ളത്. ഇനി അദ്ദേഹം മത്സരിച്ച് എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ വാതിൽ തുറക്കോ, UDFന്റെ വാതിൽ തുറക്കോ, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലാതെ ഒറ്റയാൻ പോരാട്ടം നിലമ്പൂർ മാത്രമേ അദ്ദേഹത്തിന് സാധ്യതയുള്ളൂ. TMCയിൽ എന്തെങ്കിലും സാധ്യതകൾ അദ്ദേഹത്തിന് തെളിയുമെന്ന് തോന്നുന്നുണ്ടോ? ആഗ്രഹിക്കുന്നതെന്നാണെങ്കിൽ പറയാം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് നിൽക്കുക എന്നുള്ളതിൽ അപേക്ഷിച്ച് അല്ലെങ്കിൽ UDFൽ നിൽക്കുക എന്നുള്ളതിൽ അപേക്ഷിച്ച് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് തൃണമൂലിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒറ്റക്ക് 40 MP-മാർ അവരുടെ കയ്യിലുണ്ട്, ഈ 230ഓളം MLA-മാരുണ്ട്. ഒരു കേരളത്തിൻ്റെ ഒരു വിഷയത്തിനെ മൊത്തത്തിൽ ഇന്ത്യാതലത്തിൽ
അഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഉള്ള പാർട്ടിയാണ് TMC. അതിന് കേരളത്തിലേക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കുക, അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്ന സമയത്ത് അൻവറിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂം ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൻവർ TMC എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പക്ഷെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇലക്ഷന്റെ സമയത്ത് കണ്ടൊരു കാഴ്ചയായിരുന്നു UDF-ലേക്ക് അൻവർ വരും എന്നുള്ളൊരു വാർത്ത. പിന്നീട് VD ആണ് ഇതിനൊരു വലങ്ങുതടിയായി നിന്നിട്ടുള്ളത് എന്നുള്ളത്. മുസ്ലിം ലീഗ് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞാലിക്കുട്ടിനെ ഇതിനെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UDF-ലേക്ക് അൻവർ ഏതെങ്കിലും തരത്തിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്? പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും 18,000-ഓളം വോട്ട് ഇപ്പോൾ അൻവറിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഞ്ചായത്ത് ഇലക്ഷനിൽ നിലമ്പൂർ ഏരിയയിൽ അൻവറിന് നല്ല ഹോൾഡ് ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ UDF-ന് സത്യത്തിൽ അൻവറിനെ ചേർത്ത് നിർത്തുന്നതാവില്ല ഒന്നുകൂടി നല്ലത്. നെ സംബന്ധിച്ചോളം ചേർത്ത് നിർത്തുന്നതാണെങ്കിൽ പോലും അൻവറിനെ വിശ്വസിക്കാൻ ഉള്ള ചില, കാരണം പെട്ടെന്ന് വാക്കുകൾ മാറ്റി പറയാന്നുള്ള ഒരു സ്വഭാവമുള്ള ആളാണ്. രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം ഒന്ന് പറയും. ഇപ്പോൾ പിണറായിസത്തിനെതിരെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെ പല അലിഗേഷൻസും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് പിന്നെ ഒന്ന് മയപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അദ്ദേഹം മാറ്റി. സതീശനിസത്തിനെതിരാണെന്നുള്ള, ഹിറ്റ്ലറിസത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് പറയുന്നുണ്ട്, അഥവാ ഇനി അൻവറിനെ എടുത്ത് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൂടി പോകും, അങ്ങനെ ഒരു ചർച്ചയിലൂടെയും പോകേണ്ട ആവശ്യമുണ്ട്. അഥവാ അൻവർ കോൺഗ്രസിന്റെ ഒരു ശരിയാണ്. ഇപ്പൊ അസ്തിത്വം UDF ഇല്ലാതാക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ ഇതോടുകൂടി വേറൊരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ VD-യുടെ ഒരു പ്രസക്തി എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും, ഈ ബൈ ഇലക്ഷനുകളെല്ലാം വിജയിച്ചത് VD-യുടെ നേതൃത്വത്തിലാണ്. VD സതീശന്റെ ഒരു പ്രസക്തി കൂടി സത്യത്തിൽ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വളർന്നൊരു കാര്യമല്ലേ? ഒരു ഉറച്ചൊരു നേതാവ് അല്ലേ, ഇതുവരെ കാണാത്തതിൽ വെച്ചിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു നേതാവ്, ഒരു ഈ ഒരു വിഷയത്തിൽ അവർ തോൽക്കുകയാണെങ്കിൽ എല്ലാവരും VD-ക്കെതിരെ ആയി തിരികെയുണ്ട്. പക്ഷേ ഈ സമയത്ത് നേരെ അവർ ഒരു 11,000 ഭൂരിപക്ഷം നേടിയ സമയത്ത് VD ഒരു ലീഡറാണ് എന്നുള്ളത് അപ്പോഴാണ് അംഗീകരിക്കുന്നത്. അതെ, അത്രയും ഹരാസ്മെന്റ് നേരിട്ടിട്ട് പോലും അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ, നമ്മളെ SDP-യുടെ ഏകദേശം ഒരു 2,000-ഓളം 3,000-ഓളം വോട്ടുകൾ മിസ്സായിട്ടുണ്ട്. ഇത് എവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാന്ന് തോന്നുന്നു. ഇത്തവണ ഏകദേശം 5,000-ഓളം വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റിനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം മലയോര മേഖലയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളൊരു സാധനത്തിനാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ എന്താ വെച്ചാൽ അവരും അൻവറും പറയുന്നതിൽ ഒരുപാട് രണ്ടും ഒരേ സാമ്യതകൾ ഉള്ളത് കൊണ്ടായിരിക്കും അൻവറിലേക്ക് പോയിട്ടുണ്ടാവാമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ വോട്ട് മറിച്ചത് അങ്ങനെ ഒരു ആശയമൊന്നുമല്ല, എങ്കിൽ പോയി ആ ആശയത്തിലേക്ക് ആകർഷണമായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യമായിരുന്നു UDF-ന്റെ ഒരു മാസ് ക്യാമ്പയിന്. ഇതിൽ സത്യത്തിൽ നമ്മളെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഫിറോസ് തുടങ്ങിയ യൂത്ത് ബ്രിഗേഡിന്റെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്? ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് ആവശ്യമുള്ള കാര്യം. അഥവാ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു യങ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മറ്റുള്ളവരുടെ കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ആവശ്യം കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഇന്നത്തെ കാലത്തിനോട് ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു മാസ്സായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയ രീതിയിൽ ഡാൻസ് എന്ന് പറയുമ്പോൾ ഡാൻസിന് പോലെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാസ് രീതിയിലൊക്കെ അതേപോലെ നിൽക്കുന്ന നേതാക്കളാണ് ചെക്കന്മാർക്ക് ഒരു സ്പിരിറ്റ് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ ലീഡേഴ്സ്. തൊട്ടപ്പുറത്തും അതേപോലെ ലീഡേഴ്സ് ഉണ്ട്, പക്ഷേ അവിടെ എന്തോ ഒരു സ്പിരിറ്റില്ലായ്മ എവിടേക്കോ ഒരു പ്രശ്നമായി വരുന്ന ഒരു രൂപത്തിലാണ് കാണുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത്, മറ്റുള്ള ഇപ്പോൾ CPM-ലാണെങ്കിൽ അവർക്ക് ഒരുപാട് പാർട്ടി ചട്ടക്കൂടുകൾ, അവർക്കൊരു വലിയ ആൾക്കൂട്ടത്തിനെ പോലെ അടുപ്പിക്കുക, അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ പോലും സ്വരാജിനെ എന്നെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവരൊരു ഇരിക്കാനുള്ള ഒരു മടി അങ്ങനെയൊക്കെയാണ്. കോൺഗ്രസിന്റെ രീതി നേതാക്കളൊക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ളത് നായനാർ മാത്രമായിരിക്കും. LDF-ന്റെ രീതി നേതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി നിന്ന് ആൾക്കൂട്ടത്തിനെ കയ്യിലെടുക്കുന്ന, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ശക്തമായ വോട്ടുകൾ കുറവാണ്. BJP-നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാർട്ടി സംവിധാനം ഉള്ളതുകൊണ്ട് പാർട്ടിൻ്റെതായിട്ടുള്ള ഒരുപാട് വോട്ടുകൾ ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ടാക്കിയാൽ മതിയാവും. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്, പാർട്ടിയിലെ ശക്തമായ വോട്ടുകൾ കുറവായിരിക്കും, ബാക്കിയൊക്കെ ജനങ്ങളെ വോട്ടാണ്. അപ്പോൾ ആ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇത് നല്ല രീതിയിൽ സത്യത്തിൽ UDF ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നിലമ്പൂർ പോയ സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് ചോദിക്കുന്ന മെത്തേഡൊക്കെ കണ്ടാലും, ചെറിയ പിള്ളേരൊക്കെ കാണുമ്പോൾ വയറിനൊക്കെ പിടിച്ച് അങ്ങനെ സെൽഫി ഒക്കെ എടുക്കാൻ പോകുമ്പോൾ മുഖത്തൊക്കെ പിടിച്ചൊന്നുള്ളി, ഇങ്ങനെയൊക്കെ
ആളുകളെ മാക്സിമം അട്രാക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ആര്യാടൻ ഷൗക്കത്ത് അത് കാണുക. ആ സമയത്ത് നേരെ കമ്പയർ ചെയ്യേണ്ട ഒരാളായിരുന്നു നമ്മുടെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ പര്യടനം എന്നുള്ളത് ഒരു ജസ്റ്റ് കൈ കൊടുക്കുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് നേരെ ചെന്നിട്ട് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള ഒരു പേരിന്ന് മാറിയിട്ട് ബാപ്പുട്ടിക്ക എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് തോളിൽ കയറ്റി എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. ഓരോ വീട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഏതെങ്കിലും വയസ്സായന്മാരൊക്കെ ആണെങ്കിൽ അവരെ ചേർത്തി നിർത്തിയിട്ട് അത്രത്തോളം അല്ലേ ഫോട്ടോ എടുക്കണം. ചെക്കന്മാരെ കാണുമ്പോൾ ഫോട്ടോ എടുക്കുകയല്ലേ, അങ്ങോട്ട് ചെന്നിട്ട് അവരെ മനസ്സ് ഇനി എതിർപ്പുള്ള ഒരാളാണെങ്കിലും ആര് ബാപ്പുട്ടിക്കാരനോട് എന്താവും ഒരു താല്പര്യം തോന്നുകയാണ്. കാരണം ഈ ആശയത്തിനോട് അല്ലെ UDF എതിർപ്പുള്ള ആളാണെങ്കിലും നേരെ എടുത്തിട്ട് ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് എന്താ മോനെ വർത്താനം അല്ലേ, ഓ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് ഒരു സെൽഫി എടുക്കുമ്പോൾ ആരാണെങ്കിലും അല്ലേ വരാനിരിക്കുന്ന MLA ആണ് അല്ലെങ്കിൽ ജയിക്കുമ്പോൾ ആ MLA കൂടെ എനിക്കൊരു ഫോട്ടോ ഉണ്ട്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരെ മാറാനും മനസ്സ് മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഈ നമ്മളെ ചോദ്യം യൂത്ത് ബ്രിഗേഡിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ ഷാഫി പറമ്പിലാണ് ശരിക്കും അവിടെ ഒരു യുവാക്കളുടെ ഒരു യുവ നേതാക്കന്മാരിലെ ഒരു ലീഡർ ആയിട്ടുണ്ടായിരുന്നു. 40 കഴിഞ്ഞ യുവാവ്. അപ്പൊ എങ്കിൽ പോലും അവർക്കൊരു ആവേശം നൽകുന്നത് അദ്ദേഹമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ള മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വലിയൊരു നിര തന്നെയാണ്. അതിൽ പ്രത്യേകമായിട്ട് പറയേണ്ട ആളാണ് ഈ ചാണ്ടിയമ്മൻ എന്നുള്ളത്. ഏകദേശം 2000-ത്തിലധികം വീടുകളിൽ കയറിയിട്ടാണ് അദ്ദേഹം പ്രചാരണം നടത്തിയത്. അതുപോലെ തന്നെ മാത്യു വേൽനാഥനാണെങ്കിലും എല്ലാവരും VT ബൽറാം, അതുപോലെ ഒരുപാട് നേതാക്കന്മാർ, മിക്ക നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഇവിടെ അങ്ങനെ PK UDF ഫിറോസ്. തോറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം മറുപടി പറയേണ്ട ഒരു പക്ഷേ മുസ്ലിം ലീഗ് ജോയി ആയിരിക്കും. അതുപോലെ തന്നെ ജോയിയുടെ പേര് പറഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ ജോയിയുടെ ഒരു പങ്ക് എത്രത്തോളം നമ്മൾ പലപ്പോഴും നിലമ്പൂർ പോയപ്പം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ജോയി വിയർത്ത് കുളിച്ചും മഴ നനഞ്ഞൊക്കെ ആര്യാടന് വേണ്ടി വോട്ട് ചോദിക്കുന്ന വല്ലാത്തൊരു കാഴ്ച. അത് എങ്ങനെയാണ് കാണുന്നത്? ജോയി എന്നുള്ളത് നമ്മൾ ജോയിയുടെ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആദ്യം. അപ്പോൾ ജോയിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ സമയത്ത്, 100 സീറ്റ് നിഷേധിക്കപ്പെട്ടാലും ഈ ആശയത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറില്ല എന്നുള്ള ഒരു കാര്യം. ജോയി എന്നുള്ള ഒരു അടിത്തറ അത്രയും കൃത്യമായിട്ടുള്ള ഒരു അതില് വേറൊരു സംഭവം കൂടി ഉണ്ട്. പറഞ്ഞ സമയത്തുള്ള കണ്ണ് നിറഞ്ഞിട്ടാണ് ജോയി പറഞ്ഞതെന്നുള്ളൊരു സംഭവം ഉണ്ട്. കിട്ടാത്തതിനുള്ള ഒരു സങ്കടം എന്തായാലും അദ്ദേഹത്തിന്റെ മുഖത്ത് അതുണ്ടാവും. ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്ന് പൊതുവെ കിട്ടാത്ത ഒരു പക്വമായ പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. സാധാരണ ഇതിൽ പൊട്ടിത്തെറിക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ ചെയ്യാറുള്ളത്. കേരള കോൺഗ്രസ് വേറെ പാർട്ടി ഉണ്ടാക്കി പോവാന്നുള്ളതിനപ്പുറത്തേക്ക് അച്ചടക്കമുള്ള ഒരു പ്രവർത്തനമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ അങ്ങോട്ട് കയ്യും മെയ്യും മറിഞ്ഞ് അതിലേക്കായിട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രധാനമായിട്ട് എനിക്ക് അതിൽ ഒരു തോന്നിയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് ആദ്യത്തിൽ മഴയൊക്കെ നനഞ്ഞിട്ട് ആ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒന്നും മഴ നനഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിന് മുന്നേ നിന്നാണ്ട് വണ്ടി ക്ലിയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താണ്ട് നനഞ്ഞു കുളിച്ചിട്ടായിരിക്കും. ആ വേഷത്തിലാണ് അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധിനെ സ്വാഗതം ചെയ്യുന്ന സമയത്തുള്ള ഓരോന്ന് പറയുന്ന സമയത്ത് ആ എക്സൈറ്റ്മെന്റും അതുമാതിരി ആ ഓടി വന്നതിനുള്ള ആ കിതപ്പും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിലിങ്ങനെ കാണാൻ. വരും കാലത്ത് അദ്ദേഹം ഒരു ലീഡറായി മാറും, ഒരു MLA ആയി മാറും. നല്ലൊരു ലീഡർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു സീറ്റ് കിട്ടും. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ തന്നെ ജയി വിളിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളാണ് ഞങ്ങളൊരു ഇൻസ്പിറേഷൻ എന്നുള്ള ഇങ്ങനെ ഒരു സീറ്റ് നിഷേധിച്ചിട്ട് പോലും ഇത്രയും ഒരു വിഷമം ഉണ്ടാക്കിയിട്ട് പോലും നിങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സംഭവം അടിത്തട്ടില് VS ജോയിനെ വല്ലാണ്ട് MLA ബാപ്പുട്ടിക്കാണെങ്കിലും ജോയിക്ക് അവിടെ ഒരു പ്രത്യേകത അവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഈ തുടർച്ചയായി വരുന്ന ബൈ ഇലക്ഷനുകളിലെല്ലാം UDFന്റെ വിജയം അതൊരു ഭരണമാറ്റത്തിനുള്ള തുടക്കമായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പം ഒരു ഈ സർക്കാരിനോട് ഒരു വിദ്വേഷമുള്ള പോലെ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു മാറ്റം ജനങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈടായിട്ട് ഈ മുണ്ടക്കൈൻ്റെ വിഷയം കൂടി ഇന്നുകൂടി എന്തായിട്ടുണ്ട്, ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരിക്കലും ഈ സർക്കാർ വളരെ പിന്നിലാണ്. 9 വർഷം പിന്നിട്ടും ഞങ്ങളുടെ നേട്ടങ്ങളുടെ ബുക്ക് കാണിക്കുമ്പോൾ ആ നേട്ടങ്ങൾ ആ ചട്ടയിൽ മാത്രമേ ഉള്ളൂ. വെറും പൊള്ളയായ വാഗ്ദാനങ്ങളാകുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ ഭരണവിരുദ്ധ വികാരം എല്ലാ കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സിബാൻ എന്താണ് തോന്നുന്നത്? അടുത്ത തവണത്തേക്കുള്ള ഒരു സിഗ്നലായിട്ട് ഈ ഇലക്ഷന്റെ റിസൾട്ടുകളെ കാണേണ്ടതുണ്ടോ? അത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ജയിച്ചിട്ടുള്ളത് മൊത്തം സിറ്റിംഗ് സീറ്റുകളാണ്. നിലവിൽ ജയിച്ചിട്ടുള്ളത് മൊത്തം സിറ്റിംഗ് സീറ്റ്. നിലമ്പൂരിൽ മാത്രമാണ് ഒരു അട്ടിമറി സംഭവിച്ചിട്ടുള്ളത്. അത്
അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അത് അൻവർ ഓൾറെഡി അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏ, അതിൽ കവിഞ്ഞ് വ്യാപകമായിട്ട് അവർ പറയുന്ന രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും നിലവിലുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ വേറൊന്നെന്ന് വെച്ചാല് ആൾക്കാർക്ക് പിണറായിനെ പറ്റിയത് കൊണ്ടൊന്നുമല്ല, പകരം നിർത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ UDF-ല്. യു ഡി എഫിന് ഭരണം കൊടുക്കുന്ന സമയത്ത് ആദ്യം വരുന്ന സാധനം ആരാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്നത്. അപ്പൊ തന്നെ അവിടെ അടിയാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും UDF-ലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള രീതിയിലേക്ക് ആൾക്കാർ എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നുള്ള അറിയില്ല. പിന്നെ എങ്ങനെ വന്നാലും അവർ പറയുന്ന രീതിയിൽ UDF പറഞ്ഞ മാതിരി ഒരു 100 സീറ്റ് എന്നുള്ളതൊന്നും ഒരിക്കലും സാധ്യമല്ല. മാക്സിമം ഒരു 75, 80 താഴെ മാത്രമേ കിട്ടുകയാണെങ്കിൽ പോലും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ആരെങ്കിലും ഒന്ന് കാര്യ മന്ത്രിസഭ ചെയ്യുന്ന കോലത്തിലുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ്? എവിടെയായിരിക്കും സ്വരാജിന് പിഴച്ചിട്ടുണ്ടാവുക? പാപ്പുട്ടിയുടെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റായി ഞങ്ങളെ അറിയിക്കും.